ഹലോ ഗൈസ്, ഹർഷ് വ്ളോഗിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ഗോപ്രോ ഹീറോ ഏറ്റെടുത്ത എൻ്റെ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ പൂടൂർ പുഴയ്ക്ക് പോകണം. അവിടെ നമ്മളെ പയ്യന്മാരിക്കുന്നുണ്ടെന്ന് കേട്ടു. അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഇതും കൊണ്ട് ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പം നമുക്ക് നോക്കാം. സംഭവം അതിന് പോട്ടില്ല. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിർത്തി കുറച്ചെങ്കിലും ഒരു സേഫ് അല്ലേ കൊണ്ട് അവിടെ നിർത്തിയാണ്. ഇതങ്ങനെയുണ്ട്, അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ നമ്മുടെ പയ്യന്മാരുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് പറഞ്ഞാണ്. ഞാൻ പിന്നെ വൈകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ ഇത് സ്റ്റെബിലിറ്റിയിലാണോ കിടക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ കുറച്ച് സ്പീഡ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷനിലാണോ എന്നൊന്നും അറിയില്ല. ഗോപ്രോൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ പഠിക്കണേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ അവസ്ഥ. എന്നാൽ നമുക്ക് ഒരു ഗോപ്രോൻ്റെ കുറേ ആക്സസറീസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അയ്യോ ബ്രോസ്, നമ്മുടെ ബ്രോസ് അവിടെ ഇരിക്കുന്നുണ്ട്. കുളിയും കഴിഞ്ഞ് കുളിസിങ് കാണാതിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ പൂടൂർ പുഴ. ചങ്ങായിമാരുണ്ട്. ഇതാണ് മൂടൂർ ഇരിക്കുന്നുണ്ട്. നാളെ വീഡിയോയിൽ വരുന്നൊക്കെ അടിപൊളി, നല്ല ബ്ലൂ കളറ്. നമ്മുടെ പുഴ എങ്ങനെ ഉണ്ട്, പൊളിയല്ലേ. അത് നമുക്ക് ചിലപ്പോൾ ഗോപ്രോൻ്റെ ആക്സസറീസ് കിട്ടും കേട്ടോ, ഫ്രീ ആയിട്ട്. അതും കൂടി കിട്ടിയാൽ നമ്മൾ പൊളിക്കും. നമ്മളിവിടുന്ന് തിരിച്ചു പോകണം. ഇവിടെയൊക്കെ അങ്ങനെ റോഡ് വരാൻ പോകണമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പോൾ പൂടൂർ പുഴയിലെ ചെക്ക് ഡാമിലേക്ക് നല്ല റോഡ് വരും. അപ്പോൾ ഇനി സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നേരെ സ്ട്രൈറ്റ് വരാം. അത്യാവശ്യം ആട്ടോ ഒക്കെ പോകൂടാ തോന്നണില്ലേ. ആട്ടോ ഒക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴുകാട്ടോ, പൊളിച്ച് കഴുകാൻ പറ്റും. ഇനി നമുക്കൊന്ന് ടൗണിൽ പോകണം. ടൗണിൽ എങ്ങനെയെങ്കിലൊക്കെ ലിഫ്റ്റ് പിടിച്ചിട്ടോ ബസ് എങ്ങനെയെങ്കിലൊക്കെ പോകണം. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റേഡിയം പോകണം. സ്റ്റേഡിയം എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അപ്പം പറഞ്ഞുതരാം. സ്റ്റേഡിയം പോയ ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബസ്സിൽ പോകണം, ഇല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകണം. ഓക്കെ, ഒരു ബൈക്ക് കിട്ടിയ കാരണം കൊടുത്തിരിപ്പള്ളി വരെ വന്നതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്.
കൂടുതൽ പുള്ളി പഞ്ചായത്ത് ഓഫീസൊക്കെ തുറന്നു, അതും കോവിഡായിട്ട് അടച്ചിരിക്കുകയായിരുന്നു. സ്റ്റേഡിയം എത്തി. ഇനി സ്റ്റേഡിയത്തിൽ നിന്ന് ബാക്കിയുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ B2-ൻ്റെ 7 സ്പീഡ് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നത്. ഇനി ഒരു 10-30 കിലോമീറ്റർ ഓട്ടണം. എൻ്റെ അമ്മോ, ഒരു പകുതി ദൂരമൊക്കെ ബൈക്ക് കിട്ടിയിട്ടാ, ബൈക്കിൽ കയറ്റിയിട്ട് വന്നു. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സൈക്ലിങ് ഊതി വരുത്തിയത് പാലക്കാട് പെഡലേഴ്സ് കൊണ്ട് ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ജെറി പറയുന്ന ഒരു മഹാൻ എന്നെ കൊണ്ടുവന്ന് ചേർത്തി. പിന്നെ നമ്മുടെ ഷെറിൻസ് വ്ളോഗും, ഇവർ രണ്ടുപേരുമാണ് സത്യം പറഞ്ഞാൽ ഈ സൈക്കിളിനെ ഒരു ഇതാക്കിയത്, ഒരു ഹരമാക്കിയത്. ഇപ്പോൾ തിരുനെല്ലായി ഗ്രാമമെത്തി. സോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഞാനെന്താണ് അപ്പോഴെന്താണ് നമ്മൾ സ്ഥലം പറയണ്ടായി വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ നമ്മുടെ വാപ്പയൊക്കെ കാണണം. അപ്പോൾ ഈ കോവിഡ് കണ്ട് ആകെ സീനാക്കും. അതുകൊണ്ടാണ് ഈ കോവിഡിനെ പേടിച്ചിട്ട് എവിടെയും പോകാണ്ടിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരുനെല്ലായി. ശരിക്കും പറഞ്ഞ ഒരു വ്ളോഗ് ചെയ്യാനുണ്ട് ഇവിടെ മാത്രമായിട്ട്. അപ്പോൾ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നാളെ എന്താണ് നടക്കണമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ നിർത്താനുള്ള ടൈമായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നിർത്തിയെന്ന് വരാം. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. നിർത്തിയില്ലെങ്കിൽ ഇനി അടിപൊളി വ്ളോഗൊക്കെ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സൈക്കിളൊക്കെ കൊണ്ടുവരുന്നത്. സൈക്കിൾ കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ നോക്കാം. പിന്നെ ഗോപ്രോൻ്റെ ആക്സസറീസ് ഇന്ന് കിട്ടുന്ന വിചാരിച്ച് ചിലപ്പോഴൊന്നും കിട്ടുള്ളൂ. കാരണം ഞാൻ സൈക്കിൾ എടുക്കാൻ പോയിട്ട് തന്നെ കുറച്ച് നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ടൗണിലുണ്ട്, പക്ഷേ എനിക്കിനി ഓട്ടി എത്തില്ല പറഞ്ഞിട്ട് നോക്കട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ അവർ ഇന്ന് തന്നെ എത്തിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കാം. അതുവരെ നമുക്ക് ഈ ഗോപ്രോൻ്റെ സ്റ്റിക്കുണ്ട്, ചെറിയൊരു സ്റ്റിക്കുണ്ട്, അതിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. ഈ സാധനം ഇപ്പോൾ കൊണ്ടുവന്ന് ഇനി വീടെത്തിയിട്ട് നോക്കട്ടെ. കൈയും കാലും വേദനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, സെറ്റാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇറങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വേദന ഒന്ന് സെറ്റാവണ വരെ റെസ്റ്റ് എടുക്കും. ഏകദേശം ഞാനിപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയാൽ അല്ലെങ്കിലേ ബോറായി ഉണ്ടാവും. ഇനി അങ്ങോട്ട് നീട്ടിപ്പോയാൽ ഒരുപാട് ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോ നമുക്ക് ഉഷാറാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് തരണം. ഇനിയുള്ള വീഡിയോകൾക്ക് നല്ല സപ്പോർട്ട് തരണം. കുറച്ചും കൂടെ ഹെവി ആയിട്ട് ചെയ്യാൻ പോവാം.